എനിക്ക് ഇഷ്ടപ്പെട്ട ഒരെണ്ണം പോലും കിട്ടിയില്ല. ആ ഭംഗിയില്ല, അതവിടെ ഇട്ടേക്ക്. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് എടുക്കുന്നില്ല. ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിശ്വസിക്കുന്നു. ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഞാനിതിന് മുമ്പ് ഇട്ട നമ്മുടെ ഈദ് ഷോപ്പിംഗ് ഇല്ലേ, അതിൻ്റെ കണ്ടിന്യൂവേഷനൊക്കെ ആയിട്ട് വരും. അന്നത്തെ ദിവസം ഭയങ്കര മഴയായതുകൊണ്ട് മെറ്റീരിയലിനുള്ള ലേസും കാര്യങ്ങളൊന്നും വാങ്ങിക്കാൻ പറ്റിയില്ലായിരുന്നു. പിന്നെ അത്യാവശ്യം ഞങ്ങൾ ലേറ്റായിട്ടാണ് വീട്ടിലെത്തിയത്. പിന്നെ കുറച്ച് ടയേർഡും ആയതുകൊണ്ട് നമ്മൾ ലേസൊന്നും വാങ്ങാൻ നിന്നില്ല. അതിൻ്റെ പിറ്റേ ദിവസം മെറ്റീരിയലിന് വേണ്ട ലേസ് വാങ്ങാൻ വേണ്ടിയിട്ട് മണ്ണാർക്കാട് പോയതാണ്. പിന്നെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ കുറച്ചൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ മണ്ണാർക്കാട് സ്റ്റിച്ചിങ്ങിൻ്റെ സാധനങ്ങൾ കിട്ടുന്ന കട ഏതാണെന്നൊന്നും എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. ഷിനാജിനും അറിയത്തില്ല. ഞാനവിടെ എത്തിയിട്ട് അമ്മൂനെയും സുനീറാനെയൊക്കെ ഇങ്ങനെ മാറി മാറി വിളിക്കുകയാണ്, എവിടെയാണ് കടയിൽ നിന്ന് കറക്റ്റ് ലൊക്കേഷൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. വെറുതെ നമ്മളിങ്ങനെ അലയണ്ടല്ലോ തിരഞ്ഞ്. രണ്ടുപേരും ഫോൺ എടുത്തില്ല. പിന്നെ ഞാൻ ഷിനാജ് ഇങ്ങനെ നോക്കി വന്നപ്പോഴത്തേക്കും ഒരു സൈഡിൽ കണ്ട് അങ്ങനെ അവിടെ കയറിയതാണ്. കട കണ്ടപ്പോൾ പുറത്ത് വലിയ കളക്ഷൻസ് ഒന്നും ഇല്ലായിരിക്കുമെന്ന്. പക്ഷെ കുഴപ്പമില്ലാതെ ഞാൻ ഉദ്ദേശിച്ച ഒരു മോഡൽ എനിക്ക് കിട്ടി. ഞാൻ പോയപ്പോൾ മെറ്റീരിയലും കൂടെ കയ്യിലെടുത്തുകൊണ്ടാണ് പോയത്. കാരണം നമുക്ക് അവിടെ വെച്ച് നോക്കാമല്ലോ. ഇനി വീട്ടിൽ കൊണ്ടുവന്നിട്ട് അത് പറ്റിയില്ലെങ്കിൽ പിന്നെ കൊണ്ട് മാറാനൊക്കെ നിൽക്കണ്ടേ. അപ്പോൾ ഞാൻ തുണിയും കൂടെ എടുത്തിട്ടാണ് പോകുന്നത്. ഗോൾഡൻ കളർ എടുക്കാമെന്നുള്ളൊരു ഇതിലാണ് വന്നത്. കാരണം പീച്ചുമായിട്ട് കുറച്ചുകൂടെ ചേരുന്ന ഗോൾഡല്ലേ എന്ന് ഓർത്തിട്ട്. പക്ഷെ വന്നു കഴിഞ്ഞ് സിൽവറാണ് വെച്ച് നോക്കിയപ്പം ഭംഗി. അങ്ങനെ സിൽവർ എടുത്ത്. ഇത് പെരുന്നാൾക്കാണ് എടുത്തെങ്കിലും പെരുന്നാളിൻ്റെ അന്ന് ഞാൻ ഇത് ഇടത്തില്ല കേട്ടോ. നമുക്ക് പെരുന്നാൾ കഴിഞ്ഞ് ആ വീക്ക് തന്നെ സൺഡേ നമുക്കൊരു കല്യാണം ഉണ്ട്. ഞാൻ ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, കാനഡയിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ആളുടെ അനിയത്തിയുടെ കല്യാണമാണ്. അപ്പോൾ അതിന് പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഞാനും അമ്മു സുനീറയൊക്കെ മെറ്റീരിയൽ എടുത്തിട്ട് പല പല കളർ മെറ്റീരിയൽ എടുത്ത് ഒരേ പാറ്റേണിൽ സ്റ്റിച്ച് ചെയ്തിടാന്നുള്ളൊരു ഐഡിയയിൽ അങ്ങനെ എടുത്തതാണ്. അങ്ങനെ അവിടുന്ന് ലേസെല്ലാം വാങ്ങിച്ചിറങ്ങിയിട്ട് നമ്മൾ കോട്ടോപ്പാടത്ത് വന്നൊരു സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ട് വീട്ടിലേക്ക് സാധനങ്ങളൊക്കെ വാങ്ങാൻ. എല്ലാ മാസവും നമ്മൾ ഇവിടുന്ന് തന്നെയാണ് വാങ്ങുന്നത്. അങ്ങനെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇങ്ങനെ പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കയറിയപ്പോഴാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു പുറത്ത്. ഞങ്ങൾ മണ്ണാർക്കാട് പോയി തിരിച്ചു വരുമ്പോഴും മഴയായിരുന്നു കേട്ടോ. അത്യാവശ്യം മഴ ഞങ്ങൾ നല്ലോണം കൊണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ അച്ചാറിൻ്റെ സെക്ഷനിലാണെങ്കിൽ നല്ല വെറൈറ്റി പലതരം അച്ചാറുകളാണ്. പക്ഷേ എത്ര ഞാൻ വാശി പിടിച്ചിട്ടും ഷിനാജിനെ കൊണ്ട് എടുക്കാൻ സമ്മതിച്ചില്ല. അച്ചാർ അധികം എന്നെ തീറ്റിക്കത്തില്ല. പക്ഷേ ഷിനാജിനെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല കേട്ടോ. അച്ചാറിൻ്റെ കുപ്പി ഞാൻ കണ്ടാൽ ഒരു 3 ദിവസത്തേക്ക് കൊണ്ടൊക്കെ ഞാൻ തീർക്കും. കയറി ഇറങ്ങി ഞാൻ തിന്നും. അത്രയ്ക്ക് ഇഷ്ടമാണ് എനിക്ക് അച്ചാർ. പിന്നെ മിൽക്കി ബാറിൻ്റെ ഈ ഒരു മിഠായി കൂടെ ഒരു 4 എടുത്തായിരുന്നു കേട്ടോ. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇത് ഈ ഒരു ഐസ്ക്രീം കണ്ടില്ല, ഷോർട്സിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് നല്ലതാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതും 2 എടുത്ത്. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോയി. ഇത് പിന്നെ വേറൊരു ദിവസം ഞാനും അമ്മുവും പൊന്നും കൂടെ ഒന്ന് മണ്ണാർക്കാട് വരെ പോയതാണ്. വേറെയും കുറച്ച് ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. പൊന്നു എന്ന് പറയുന്നത് ഷിനാജിൻ്റെ ഉമ്മയുടെ ആങ്ങളയുടെ മകളാണ് കേട്ടോ. ഇത് ഞങ്ങൾ പോയത് ശനിയാഴ്ചയാണ് കേട്ടോ. അതായത് ഇന്ന് ഞായർ. ഞാൻ ഇപ്പോഴാണ് വീഡിയോ എഡിറ്റ് ചെയ്യുന്നത്. ഇപ്പം തന്നെ എഡിറ്റ് ചെയ്ത് ഇന്ന് തന്നെ അപ്ലോഡ് ആക്കണം. കാരണം പെരുന്നാൾ ഷോപ്പിങ്ങിൻ്റെ ഒരു ഭാഗമാണല്ലോ ഇത്. പെരുന്നാൾ കഴിഞ്ഞിട്ടിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പം തന്നെ അങ്ങനെ എഡിറ്റ് ചെയ്യാനിരുന്നതാണ്. ആദ്യം തന്നെ പോയത് ഈ ഒരു ഷോപ്പിലാണ് കേട്ടോ. ഇതെന്ന് പറയുമ്പോൾ സർപ്ലസ് ഐറ്റംസ് മാത്രമുള്ളൊരു സെയിൽ ചെയ്യുന്നൊരു കടയാണ്. ഇവിടെ എന്ന് പറയുമ്പോൾ നമ്മളൊരു ടോപ്പ് എടുത്താൽ അതിന് എത്രയാണ് വെയിറ്റ് അതനുസരിച്ചിട്ടാണ് റേറ്റ് വരുന്നത്. അമ്മ ഒരു വട്ടം ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്ന് ഡ്രസ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ടാണ് മെറ്റീരിയൽ എടുത്ത് സ്റ്റിച്ച് ചെയ്തത്. അപ്പോൾ പെരുന്നാളിൻ്റെ അന്ന് ഇടാനായിട്ട് ജസ്റ്റ് ഒരു ടോപ്പ് എടുക്കാമല്ലോ എന്നുള്ളൊരു ഇതിൽ ഞാനിവിടെ വന്നതാണ്. പക്ഷേ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടൊന്നും കിട്ടിയില്ല. പിന്നെ ഞാൻ കൈ പിടിച്ചിരിക്കുന്ന സാധനം കണ്ടില്ല, അതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഉള്ളിൽ ഇന്നറായിട്ട് പെയർ ചെയ്താൽ നല്ല രസമൊക്കെ ഉണ്ടാവും. പക്ഷേ ഇത് വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് ഒരു 400-450 സംതിങ് ഒക്കെ റേറ്റ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ മനസ്സും എടുത്ത് ഞാൻ അങ്ങനെ തന്നെ തിരിച്ചിട്ട്. അത്ര വലിയ കളക്ഷൻ ഉണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ കളക്ഷൻ ഉണ്ട്, പക്ഷേ നമ്മുടെ ലെക്ക് പോലെ ഇരിക്കും. ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ നിന്ന് നല്ലതൊക്കെ തപ്പിയെടുക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കിട്ടത്തില്ല. പിന്നെ ഈ ഒരു മഞ്ഞ കളറ് കുഴപ്പമില്ലാതെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് ഭയങ്കര ഇറക്കമായിരുന്നു. ഞാനും അമ്മയോട് ഓടി നടന്ന് പല സൈഡിൽ നിന്നും ഇടക്കുന്നും ഒക്കെ വലിച്ചെടുത്ത് നോക്കുന്നുണ്ട് നല്ലത് കിട്ടുവാന്ന്. പിന്നെ ഈ ഒരു നേവി ബ്ലൂ കണ്ടില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ അത് ഞാൻ ഇട്ടിട്ട് എൻ്റെ പൊന്നോ കോമഡിയാണ്. 1ാം ക്ലാസ്സിലെ പിള്ളേർ കുട്ടിയുടുപ്പിടുന്ന ആ ഒരു ഫീലായിരുന്നു. പിന്നെ ഞാനത് തിരിച്ചവിടെ തന്നെ കൊണ്ടുവച്ച് പിന്നെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുവാണ്. അമ്മു കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ വന്ന് എടുത്തത് ഒരു വൈറ്റ് കളർ ജീൻസിൻ്റെ കൂടെ പറയാൻ പറ്റുന്ന ഒരു ലെങ്ത് കുറഞ്ഞൊരു ടോപ്പായിരുന്നു കേട്ടോ. എനിക്ക് കണ്ടപ്പോൾ നല്ലപോലെ ഇഷ്ടപ്പെട്ട, അത്യാവശ്യം ക്വാളിറ്റിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അമ്മു ഇവിടെ വന്നിട്ട് സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത കളക്ഷൻസൊക്കെ കാണിച്ചത് കൊണ്ടാണ് കൂടുതലും ഞാനിവിടെ വന്നത്. പക്ഷേ നമ്മൾ വന്ന സമയം മാറിപ്പോയി. അതായത് കളക്ഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഇടയ്ക്കൊക്കെ എവിടെയെങ്കിലുമൊക്കെ കിട്ടും. ഒന്നെങ്കിൽ ഇടുമ്പം ഇറക്കം കാണത്തില്ല, അല്ലെങ്കിൽ ഇറക്കം കൂടുതലായിരിക്കും. അങ്ങനെയൊക്കെ ഓരോരോ പ്രശ്നമാണ്. പിന്നെ നമ്മൾ നല്ല കനമുള്ളത് നോക്കിയെടുത്താൽ അതിനനുസരിച്ച് റേറ്റ് ആവും. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ കനം കുറഞ്ഞത് നോക്കിയെടുക്കുമ്പോഴത്തേക്കും
അതിനനുസരിച്ച് റേറ്റ് കുറയും. 100-ൻ്റെയൊക്കെ കിട്ടും, 100 കിട്ടും, 110-ൻ്റെ കിട്ടും, അങ്ങനെയൊക്കെ റേറ്റ് ഉണ്ട്. പിന്നെ ഇത് ഫുള്ള് കുർത്തിയാണ് കേട്ടോ. ഇതിനൊക്കെ ഫിക്സഡ് റേറ്റ് ആണ്. 250-ൻ്റെ ഉണ്ട്, 350-ൻ്റെ ഉണ്ട്, 150-ൻ്റെ ഉണ്ട്, അങ്ങനെയൊക്കെ. ഞാൻ ജസ്റ്റ് ഈ ഒരു ഏരിയ നോക്കിയെങ്കിലും അങ്ങനെ ഒന്നും ഇവിടുന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഇവിടെ ഉള്ള ഒരു 1-2 സെയിം എൻ്റെ കയ്യിലുള്ള സാധനം തന്നെയായിരുന്നു. അങ്ങനെ നോക്കി അവസാനം ഒരു വൈറ്റ് കളറ് കുഴപ്പമില്ലാതെ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് എടുക്കാമെന്നുള്ളൊരു ഫിക്സിങ്ങിൽ ഞാനിതെടുത്ത് കയ്യിൽ പിടിച്ച് ട്രയൽ ചെയ്യാൻ പോയി. എൻ്റെ പൊന്നോ, ട്രയലിൻ്റെ കാര്യമൊന്നും പറയണ്ട, എന്തിട്ടിട്ടോ ഒരു ഭംഗിയില്ലാത്ത പോലെ. ഫസ്റ്റ് തന്നെ തൂക്കം നോക്കിയിട്ടാണ് ട്രയൽ ചെയ്യാൻ കൊണ്ടുപോയത്, കാരണം റേറ്റ് അറിയാൻ നമ്മൾ വെറുതെ ഇട്ട് നോക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഇതിന് വെറും 119 രൂപ വരുന്നുള്ളൂ കേട്ടോ. ഇവിടെ സാധനം ഉണ്ട്, പക്ഷേ ഇപ്പം എന്താണാവോ എനിക്കിഷ്ടപ്പെട്ട ഒരെണ്ണം പോലും കിട്ടിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിന്ന് എടുക്കാതെ ഇറങ്ങും. ഇവളാണെങ്കിൽ ഇവിടെ നിന്ന് വിളിച്ചിട്ട് പോരൊന്നുമില്ല, പെട്ടൊരവസ്ഥയാണ്. ആ ഭംഗിയില്ല, അതവിടെ ഇട്ടേക്ക്. കൂടുതലും വെസ്റ്റേൺ ടൈപ്പാണ്, പക്ഷെ നമുക്ക് പറ്റുന്ന അങ്ങനത്തെ ഒന്നുമില്ല. നമുക്ക് പറ്റുന്നതോ ഉണ്ടെങ്കിൽ നല്ല വെയിറ്റ് ഉണ്ട്. എനിക്ക് ഈ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ അത് കേൾക്കുന്നില്ല, പാട്ട് കുഴപ്പമില്ല. ഞാൻ നേരത്തെ ആ വെയിറ്റ് നോക്കിയ സാധനം ഇവിടെ കാണാനില്ലല്ലോ, ആരും എടുത്തെന്ന് തോന്നുന്നല്ലേ. ഒരു നേവി ബ്ലൂ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു, പക്ഷേ അത് നല്ല റേറ്റ് ഉണ്ട്. തൂക്കിയപ്പോഴേ വെയിറ്റ് ഉള്ളതുകൊണ്ട് ഇവിടെ വെയിറ്റ് അനുസരിച്ചിട്ടല്ലേ. അപ്പം എന്തായാലും ഇവിടുന്ന് എടുക്കുന്നില്ല, ഇവിടുന്ന് എടുക്കാണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുവാണ്. ഇനി അടുത്ത് എവിടെയെങ്കിലും ഇറങ്ങണം. അങ്ങനെ അവസാനം കുറേ അവിടെ തിരഞ്ഞോക്കി കിട്ടാതായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റുഡിയോയിലേക്കാണ് കേട്ടോ ഇനി പോകുന്നത്. അവിടെ നിന്ന് ഡ്രസ്സ് കിട്ടിയില്ലല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ച് സ്റ്റുഡിയോയിൽ കയറിയിട്ട് അവിടെ 299-ൻ്റെ കുർത്തി കിട്ടും, അതിൽ നിന്ന് ഒരെണ്ണം എടുക്കാമെന്നും പറഞ്ഞ് നേരെ സ്റ്റുഡിയോയിലേക്ക് ചെന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കാണെങ്കിൽ ഒടുക്കത്തെ കളക്ഷൻസ് ആയിരുന്നു. ഇവിടെ നിന്നിട്ട് അങ്ങനെ ഒരുപാട് നേരം ഒന്നും സമയം കളയേണ്ടി വന്നില്ല കേട്ടോ. കുർത്തിയുടെ സെക്ഷനിലോട്ട് എന്നപ്പോൾ തന്നെ ഈ ഒരു കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. പക്ഷേ സങ്കടം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സൈസ് ഇല്ലായിരുന്നു. എൻ്റെ സൈസ് മീഡിയമാണ്, മീഡിയം ലാർജും എക്സൽ ഒന്നും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ ഇത് ഭയങ്കര ഇഷ്ടപ്പെടുകയും ചെയ്ത് വേറെ ഒന്നും എനിക്കത്ര സുഖിച്ചില്ല. പിന്നെ ഞാൻ എന്തെടുത്ത് XXL തന്നെ അങ്ങനെ എടുത്ത് ഷേപ്പാക്കി എന്തെങ്കിലുമൊക്കെ ആക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് തന്നെ അങ്ങനെ എടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഒരു ഫാൻസിയിലോട്ടാണ് കയറിയത്. എനിക്കൊരു കമ്മൽ വാങ്ങാനുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ട് മാത്രം കയറിയതാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ കമ്മലിൻ്റെ ലോഗോ എന്ന് വേണേൽ പറയാം, അത്രക്കും കമ്മലിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. കടയുടെ പേരെന്തുവാണെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഇവിടെയും അമ്മു മുന്നേ വന്നിട്ടുണ്ട്, അപ്പോൾ അമ്മുവാണ് പറഞ്ഞത് ഇവിടെ നല്ല അടിപൊളി കമ്മലൊക്കെ കിട്ടുമെന്ന്. പക്ഷേ അത്യാവശ്യം റേറ്റ് ഉണ്ട് കേട്ടോ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതിൻ്റെ റേറ്റ് കണ്ടില്ലേ, 80 രൂപയാണ്. ഞാൻ അവിടെ നിന്ന് കുറച്ച് നേരം ചിന്തിച്ച് 80-നും 90-നൊക്കെ കമ്മൽ വാങ്ങണം. കാരണം ഒറ്റ യൂസിന് വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങുന്നത്, ഞാൻ പറഞ്ഞ ആ കല്യാണത്തിന് ഇടാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ അത്രയും പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ട് പിന്നീട് ഉപയോഗിക്കത്തും ഇല്ല. പിന്നെ അടുത്ത കല്യാണം വരണ്ടേ ആ കമ്മലൊന്നും ഇടണമെങ്കിൽ. അപ്പോൾ ഞാൻ ഓർത്ത് അന്നെങ്കിൽ വേണ്ട, എടുക്കണ്ട. എൻ്റെ കയ്യിൽ കമ്മലുണ്ട്, പക്ഷേ എൻ്റെ വീട്ടിലാണ്, അതായത് ആലപ്പുഴയിലാണ്. ഞാൻ അവിടെ നിന്ന് കമ്മലൊന്നും എടുത്തുകൊണ്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ അവിടെ നിന്ന് കമ്മലെടുത്തില്ല, ഒരു ഐബ്രോ പെൻസിൽ മാത്രം വാങ്ങിച്ച് അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും ടയേർഡായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളം കുടിക്കാനായിട്ട് കയറി. ഞാനും പൊന്നും അവിൽ മിൽക്കും കട്ട്ലൈറ്റുമാണ് കേട്ടോ കഴിച്ചത്. അമ്മു കോഫിയാണ് കുടിച്ചത്. അമ്മുവിന് നല്ല തലവേദനയാന്ന് പറഞ്ഞിട്ട് കോഫി വാങ്ങിച്ച് കുടിച്ച്. പിന്നെ വേറെ എന്തോ ഒരു സ്പെഷ്യൽ ഐറ്റവും കൂടെ പുള്ളിക്കാരി വാങ്ങിച്ച് കഴിച്ചു, അതിൻ്റെ പേരൊന്നും അറിയത്തില്ല. അങ്ങനെ അതെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ബസ് കയറാൻ വേണ്ടിയിട്ട് എൻ്റെ പൊന്നോ ഒരു 1/2 മണിക്കൂർ 3/4 മണിക്കൂറോളം ഞങ്ങൾ ബസ്സിന് വേണ്ടിയിട്ട് ഇവിടെ ഇരുന്ന് ആ വെയിലും കൊണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് 1-2 സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് വേറെ 2-3 കടയിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. ഒന്നാമത്തെ കാര്യം ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ച് വീഡിയോ എടുത്ത് കഴിയുമ്പോഴത്തേക്ക് എന്തെങ്കിലും സാധനം നോക്കാൻ വേണ്ടിയിട്ട് ഫോൺ അവിടെ വെക്കും, പിന്നെ ഫോൺ അവിടെ മറന്നു വെച്ചിറങ്ങും, പിന്നെ രണ്ടാമത് പോയി എടുക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ 2-3 വട്ടം ഉണ്ടായി, അതുകൊണ്ട് ഞാൻ എടുത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് ഷോപ്പിംഗ് വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.